ഒരു സുപ്രഭാതത്തിൽ മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ച വിവാഹമായിരുന്നു നടൻ ദിലീപിന്റെയും നടി കാവ്യ മാധവന്റെയും. വിവാഹം ചെയ്യും മുൻപേ നാട്ടുകാർ ചേർന്ന് വിവാഹമുറപ്പിക്കുന്ന ഗോസിപ്പ് കോളത്തിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ താരദമ്പതികൾ. അതിന് പ്രധാന കാരണം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ മുതൽ എല്ലാ സിനിമകളിലും അവർക്ക് നിലനിർത്തിപ്പോരുവാൻ കഴിഞ്ഞ വിജയ ഫോർമുലയാണ്. അന്നെല്ലാം ജീവിതഗന്ധിയായ നാട്ടിൻപുറത്തിന്റെയും സാധാരണക്കാരുടെയും കഥകൾ പറഞ്ഞ ചിത്രങ്ങളിൽ നായികാനായകന്മാരായിരുന്നു ഇരുവരും. ഒന്നിച്ചഭിനയിച്ചാൽ ഇന്നത്തെ പോലെ പ്രമോഷനുകൾ യാതൊന്നും വേണ്ട. ചുമരിലെ പോസ്റ്റർ കണ്ട് പൊതുജനം കൂട്ടത്തോടെ തിയേറ്ററുകൾ കയറിയിരുന്ന സാഹചര്യം. ഈ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ കാവ്യയ്ക്ക് കൗമാരം മുതൽ യൗവനം വരെയുള്ള വളർച്ചയുടെ കാലഘട്ടം കൂടിയായിരുന്നു. ദിലീപാകട്ടെ വിവാഹിതനും ഒരു മകളുടെ പിതാവും. എന്നിട്ടും അവർ സ്ഥിരീകരണമില്ലാത്ത വാർത്തകളെ അതിജീവിക്കുവാൻ പെടാപ്പാടുപെട്ടു. 2016 ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തത്. ഈ വിവാഹം നടന്നത് കൊച്ചി നഗരത്തിലെ കലൂരുള്ള ഒരു പ്രമുഖ നക്ഷത്ര ഹോട്ടലിലും. ആദ്യ വിവാഹബന്ധം പിരിഞ്ഞ ശേഷം കൊടുമ്പിരി കൊണ്ട ഗോസിപ്പുകൾക്ക് ശേഷം വീണ്ടും വിവാഹം ചെയ്യുമെങ്കിലും ഇനി വധു കാവ്യ മാധവനാണെങ്കിൽ പോലും എല്ലാവരെയും അറിയിക്കുമെന്ന് ദിലീപ് പണ്ടേ പറഞ്ഞിരുന്നു. വിവാഹ ദിവസം രാവിലെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു ലൈവ് വീഡിയോയിൽ ദിലീപ് വന്നു. താൻ വിവാഹിതനാവാൻ പോകുന്നു, വധു കാവ്യ മാധവൻ എന്ന വിവരം പ്രഖ്യാപിച്ചു. കൊച്ചിയിലെ മാധ്യമപ്രവർത്തകർ കാര്യമറിഞ്ഞ് കവറേജിനായി ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നു. അവിടെ വെച്ച് വളരെ കുറച്ചുപേരെ മാത്രം സാക്ഷിയാക്കി ദിലീപ് കാവ്യ മാധവന് താലിചാർത്തി. വിവാഹശേഷം ഒരു ചെറിയ വിവാഹ സൽക്കാരവും ഉണ്ടായിരുന്നു. ദിലീപ് ഒരു വട്ടം കൂടി വിവാഹിതനാവുന്ന സമയം സാക്ഷിയാവാൻ അമ്മയും മകൾ മീനാക്ഷിയും കൂടെയുണ്ടായിരുന്നു. സിനിമയിൽ വളരെ വേണ്ടപ്പെട്ട ചിലർ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്ത അതിഥികൾ. അവരിൽ പലർക്കും ഗോസിപ്പുകൾക്ക് അവസാനമിട്ടുകൊണ്ട് വിവാഹം നടന്നതിൽ ആശ്വാസമായിരുന്നു. വിവാഹത്തിനായി ഹോട്ടൽ ബുക്ക് ചെയ്തതുപോലും ഷൂട്ടിംഗ് എന്ന പേരിലാണ്. ദിലീപും കാവ്യ മാധവനും മാധ്യമങ്ങളെയും അഭിസംബോധന ചെയ്തു. വിവാഹശേഷം കാവ്യ മാധവൻ പൂർണ്ണസമയവും വീട്ടമ്മയായി. അന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച അമ്മ ശ്യാമളയുടെ വാക്കുകളിലും ആശ്വാസം കാണാമായിരുന്നു. 2 വർഷം നീണ്ട ഗോസിപ്പുകൾക്ക് വിരാമമായി. മകൾ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അതിന്റെ സന്തോഷമായിരുന്നു അവരുടെ വാക്കുകളിൽ. എന്നാൽ കാവ്യയെ വിവാഹം ചെയ്തേ മതിയാവൂ എന്ന് ദിലീപ് തീരുമാനിച്ചു എന്ന നിലയിലും ചില കിംവദന്തികൾ പടർന്നിരുന്നു. സത്യാവസ്ഥ എന്തെന്ന് കാവ്യ മാധവൻ വിവാഹം കഴിഞ്ഞയുടൻ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. വിവാഹത്തിന് കേവലം ഒരാഴ്ച മുൻപ് മാത്രമാണ് ദിലീപ് തന്റെ മാതാപിതാക്കളെ ആലോചനയുമായി സമീപിച്ചത് എന്നായിരുന്നു കാവ്യ മാധവൻ പറഞ്ഞത്. ദിലീപിന്റെ ബന്ധുക്കൾ ആലോചനയുമായി കാവ്യയുടെ വീട്ടുകാരെ കണ്ടു. ജാതക ചേർച്ച കണ്ടത് വിവാഹത്തിലേക്ക് കടക്കാം എന്നായി തീരുമാനം. മകൾക്ക് അനുയോജ്യനായ വരനെ കണ്ടെത്താൻ അച്ഛനമ്മമാർ ശ്രമം തുടങ്ങിയിരുന്നുവെന്നും കാവ്യ പറഞ്ഞു. ഒടുവിൽ അവർ ദിലീപിലേക്ക് എത്തിച്ചേർന്നു. എല്ലാ അച്ഛനമ്മമാരെ പോലെ എനിക്കും ഒരു പങ്കാളി വേണമെന്ന് എന്റെ മാതാപിതാക്കളും ആഗ്രഹിച്ചു. ഞങ്ങൾ ഒരിക്കലും വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം സിനിമയിലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഒരു നടൻ എന്നതിനേക്കാൾ വ്യക്തി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. വ്യക്തിബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നയാളാണ് അദ്ദേഹമെന്നും കാവ്യ പറയുന്നു. എന്തായാലും വിവാദങ്ങൾക്കൊടുവിൽ നടന്ന ആ താര വിവാഹം പിന്നീട് അങ്ങോട്ട് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാവ്യയുടെയും ദിലീപിന്റെയും വിവാഹശേഷം കൃത്യം 1 വർഷം കഴിഞ്ഞുള്ള തൊട്ടടുത്ത ഫെബ്രുവരി മാസത്തിലായിരുന്നു ഓടുന്ന കാറിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. അന്ന് നടിയെ ആക്രമിച്ചത് ദിലീപാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോൾ അതിന്റെ കാരണമായി പറഞ്ഞത് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം മഞ്ജുവിനെ അറിയിച്ചതും മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹ ജീവിതം തകരുവാനുള്ള കാരണക്കാരിയായതിന്റെ വൈരാഗ്യമാണ് ദിലീപ് തീർത്തത് എന്നതുമായിരുന്നു. എന്തായാലും ഇപ്പോഴും നിയമപോരാട്ടം അവസാനിക്കുന്നില്ല. 9 വർഷങ്ങൾക്ക് ശേഷം കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടുവെങ്കിലും അതിജീവിതയും സർക്കാരും തുടരന്വേഷണത്തിനും മറ്റുമായി അപ്പീലിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24 മലയാളം.